ഏട്ടൻ ഷോപ്പിങ്ങിന് കൊണ്ടുപോകുന്ന പറഞ്ഞ ഇത്രയും സന്തോഷമുള്ള വേറെ ഒരു പരിപാടി ഇല്ല കേട്ടോ. പക്ഷെ ഇന്നത്തെ ഷോപ്പിങ്ങിന് അത്ര ഗുമ്മില്ല. കാരണം ഇത് ഏട്ടൻ വെക്കേഷൻ കഴിഞ്ഞ് പോകേണ്ട തലേദിവസം ഇനി ഞങ്ങൾക്ക് എന്തൊക്കെ മേടിച്ചിടാനുള്ളത് എന്ന് ലിസ്റ്റ് ഇട്ട് അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിരുന്ന പരിപാടിയാണ് കേട്ടോ. അതിപ്പോൾ കഴിക്കുന്ന സാധനമായാലും അങ്ങനെ തന്നെ. ഇനി ഏട്ടൻ വന്നിട്ടല്ല ഏട്ടൻ എന്തെങ്കിലും മേടിച്ചിടാൻ പറ്റുള്ളൂ. ഏട്ടന് കൊണ്ടുപോകാനുള്ള സാധനത്തേക്കാൾ കൂടുതൽ ഞങ്ങൾക്ക് എന്താ വേണ്ടെന്ന് കേട്ടോ കൂടുതലായിട്ടും ചോദിക്കാറ്. അങ്ങനെ സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് ഞങ്ങൾ ഏട്ടൻ്റെ മാമൻ്റെ വീട്ടിലേക്ക് പോയി. അവിടെ പോയിട്ട് അമ്മമ്മോട് യാത്രയൊക്കെ പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വരുന്നത് ഇപ്രാവശ്യത്തെ വെക്കേഷൻ കഴിഞ്ഞ് ഏട്ടൻ തിരിച്ചു പോവാണ്. ഇതാ അപ്പം ഞങ്ങൾ വീണ്ടും ഒറ്റയ്ക്കായി. രാവിലെ 5 മണിക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഞാനും മക്കളും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടനെ ഡ്രോപ്പ് ചെയ്യാൻ. പോകുന്ന വഴിക്ക് ഞങ്ങൾ ആര്യസിൽ കയറി ചായയൊക്കെ കുടിച്ചു. യാത്രാ പറച്ചിൽ പകർത്താനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. ഏട്ടനെ വേഗം അവൾ ഡ്രോപ്പ് ചെയ്തിട്ട് തിരിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്കാട്ടോ വന്നത്. എൻ്റെ അനിയൻ വന്നിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം അവൻ്റെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അച്ഛൻ ശബരിമലയിൽ നിന്ന് പോയി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പായസം പ്രസാദമൊക്കെ തന്നു. അതൊക്കെ കഴിച്ചിട്ട് ഞാൻ